അഹങ്കാരത്തിൽ നിന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ എൻ്റെ നാവിലൂടെയാണ് പറയുന്നത്. ദൈവവചനം പഠിപ്പിക്കുകയാണ്, ദീർഘായുസ് വേണോ, നല്ല ജീവിതം വേണ്ട, ഒരു ദൈവാനുഗ്രഹം വേണോ, വ്യാജ ഭാഷണത്തിൽ നിന്ന് നാക്കിനെ നിയന്ത്രിക്കണം. എന്നിട്ട് പറയാണ്, അഹങ്കാരത്തിൽ നിന്നൊന്നും പറയരുത്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ വീടാ, ഒന്നും അങ്ങനെ പറയരുത്. പിന്നെ എന്തു പറയണം? ഇതിന് പകരമായിട്ട് വേറെന്തോ പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരാൻ ഇങ്ങനെ പറയണം, എളിമയിൽ നിന്ന് പറയണം, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കാര്യം ഇന്ന് തൊട്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. ഇന്ന് തൊട്ടാ, നാളെ തൊട്ടല്ല, ഇന്ന് തൊട്ട് നമ്മൾ ചിന്തിക്കുവാണ്, അഹങ്കാരത്തിൽ നിന്ന് ഞാൻ പറയത്തില്ല. എന്റെ അത്ര ആരാ ഉള്ളത്, ആരുടെ ഔദാര്യം കൊണ്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് തൊട്ട് നമ്മൾ പറയാൻ എല്ലാവരോടും, നമ്മുടെ വീട്ടിൽ നമ്മൾ പറയണം, നമ്മുടെ വീട്ടിലുള്ളവരോടും, നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കെ നമ്മൾ പറയണം, എടാ എല്ലാം ദൈവാനുഗ്രഹമാണ്. പപ്പ മേടിച്ച കാറില്ലേ, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പപ്പ പണിത് ഈ വീടില്ലേ, പപ്പായും മമ്മിയും കൂടെ പണിത് ഈ വീടില്ലേ, ദൈവാനുഗ്രഹമാണ്. നമ്മൾ മേടിച്ച 10 സെന്റ് സ്ഥലമില്ലേ, അത് ഞാൻ ഉണ്ടാക്കിയാന്ന് പറയുമ്പോൾ അഹങ്കാരമായി, ദൈവത്തിന്റെ ദാനമാണ്. പറഞ്ഞു ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒരിക്കലും പറയരുത്, അഹങ്കാരത്തിൽ നിന്ന് പറയരുത്.